നമുക്കേ ഇന്ന് ഡിഫറെന്റ് ആയിട്ടൊന്ന് CC പ്ലാന്റിന്റെ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്താലോ? എനിക്കറിയാം നമ്മളെല്ലാരും എനിക്ക് തോന്നുന്നു 2 തരത്തിലാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ മണ്ണില് ലീഫ് കുഴിച്ചു വെച്ചു കൊടുക്കും, അതല്ലാതെ നമ്മള് വെള്ളത്തില് അല്ലെ തണ്ട് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യും, അതല്ലെങ്കിൽ വെള്ളത്തില് നമ്മള് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യും. എന്തായാലും നമ്മൾ ഈ ലീഫ് ഏറ്റവും കുറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു 60 ഡേയ്സ് വെച്ച് ആണ് നമുക്ക് അവരെ കിളിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നത്. ആ 60 ഡേയ്സ് നമ്മൾ ഇവരെ ഒന്ന് ഷോപ്പീസ് ആയിട്ട് ഇങ്ങോട്ട് നോക്കിക്കേ, ഒന്ന് ഷോപ്പീസ് ആയിട്ട് ലീഫിനെ ഈ ലീഫ് ഇങ്ങനെ തന്നെ നല്ല പച്ചയായിട്ട് നമുക്ക് നമ്മുടെ ടേബിളിലോ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാൻ പറ്റും. ഒരു 2 മാസത്തിൽ കൂടുതലായി ഇവരെ സെറ്റ് ചെയ്ത് ടീപ്പോയിൽ വെച്ചിരിക്കുകയായിരുന്നേ. ഇപ്പൊ അവരുടെ വേര് കാണിച്ചു തരട്ടെ, നോക്ക്, കണ്ട എത്ര നന്നായിട്ട് വേര് വന്നു. ഇതെല്ലാം നമ്മള് ടേബിളിൽ അവര് ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. സൂപ്പറായിട്ട് നമുക്കൊരു പ്ലാന്റ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ വന്നേക്കുന്നത് കണ്ടോ, എന്നിവനെ നമുക്ക് നട്ട് വെച്ചു കൊടുക്കാം, മണ്ണിൽ നട്ട് വെച്ചു കൊടുക്കാം. ഇത് കണ്ടോ സൂപ്പറായിട്ട്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് അല്ലേ, അപ്പൊ അവരുടെ പ്രൊപ്പഗേഷനും നമുക്ക് നമ്മളുടെ വീടിനുള്ളില് അതിമനോഹരമായിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിലോ നമ്മളുടെ ടീപ്പോയിലോ ഒക്കെ ഭംഗിയായിട്ട് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എത്ര നല്ലതല്ലേ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഇവരുടെ തണ്ടാണെങ്കിലും ലീഫാണെങ്കിലും ഇങ്ങനെ ഇത് ഇങ്ങോട്ട് നോക്കിയേ, വെറൈറ്റി അല്ലേ. ഇങ്ങനെ ഇവരെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താലോ ഇതിൽ നിന്ന് നമുക്ക് എത്ര ബേബി പ്ലാന്റ്സ് കിട്ടും. അവരെ മണ്ണിൽ നട്ട് ഗാർഡനിൽ വെക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ലീഫിനെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതല്ലേ കൂടുതൽ ഭംഗി. ഇനി ഇവരുടെ വേരുകളുമായിട്ട് ബേബി പ്ലാന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.